ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു ഡിഷ് കൾച്ചർ. ഞാനിവിടെ കുനൂനാന്ന് കുറേ പച്ചക്കറികൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ഞാൻ വൺ പോട്ട് പാസ്ത ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ അരിഞ്ഞു വെച്ചേക്കുന്നത്. വൺ പോട്ട് പാസ്ത എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അതിനുവേണ്ടി നമ്മൾ ഒരു ഇഡ്ഡലി കുട്ടകം അടുപ്പിൽ വെച്ചിട്ട് അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മാക്രോണി ഇടുക. മാക്രോണി ഇട്ടിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഇഡ്ഡലി തട്ട് നമ്മൾ വെക്കും. അപ്പോൾ ഇതിനകത്ത് കുറച്ച് ഓയിൽ ഒഴിച്ചതിന് ശേഷമാണ് നമ്മൾ ഇഡ്ഡലി തട്ട് വെക്കുന്നത്. ഇഡ്ഡലി തട്ടിലോട്ട് നമ്മൾ ഈ അരിഞ്ഞു വെച്ചേക്കുന്ന ഓരോ വെജിറ്റബിൾസും ഇടുക. അതായത് തക്കാളി നമ്മൾ കുനുകുനാന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ജിഞ്ചർ ഗാർലിക്കുണ്ട്, പച്ചമുളകുണ്ട്, പിന്നെ കാഷ്യൂനട്ട്. ഇതെല്ലാം ഞാൻ ഈ തട്ടിലോട്ട് ഓരോന്നോരോന്നായിട്ട് എടുത്ത് വെക്കുകയാണ്. അപ്പം ആദ്യത്തെ തട്ടിൽ ഞാൻ കുറച്ച് പച്ചക്കറികൾ ഇങ്ങനെ വെച്ചിട്ട് അത് ആ ഒരു തട്ടിൽ എല്ലാം പറ്റാത്തത് കൊണ്ട് ഞാൻ ഒരു തട്ടും കൂടി ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ മല്ലിയിലയും ഒരു തട്ടിൽ വെക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഈ തട്ടിലെല്ലാം കൂടെ പറ്റാത്തതുകൊണ്ട് ഒരു തട്ടും കൂടെ വെച്ചിട്ട് അതിനകത്തോട്ട് ബാക്കിയുള്ള വെജിറ്റബിൾസും കൂടി ഞാൻ ഇതിനകത്ത് ഓരോന്നിലായിട്ട് ഇങ്ങനെ വെക്കുകയാണ്. അപ്പോൾ നമുക്ക് വേണ്ടത് തക്കാളി വേണം, ഉള്ളി വേണം, ജിഞ്ചർ ഗാർലിക് വേണം, പച്ചമുളക് വേണം, കുറച്ച് ഉണക്ക വറ്റൽമുളക് വേണം, പിന്നെ കാഷ്യൂനട്ട്, മല്ലിയില. ഇത്രയുമാണ് നമുക്ക് വേണ്ടത്. ഇതെല്ലാം കൂടെ നമ്മളൊരു 15 മിനിറ്റ് സ്റ്റീം ചെയ്യുക. ഇത്രയും വെജിറ്റബിൾസാണ് ഇട്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്ത് ഇഷ്ടമുള്ള കോൺ, ക്യാപ്സിക്കം, നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്ത് ആഡ് ചെയ്യാം. അങ്ങനെ നമ്മൾ 15 മിനിറ്റ് ഇത് സ്റ്റീം ചെയ്യാൻ വെച്ചു. സ്റ്റീം ആയതിനു ശേഷം ഇതെല്ലാം എടുത്തിട്ട് നമുക്ക് നോക്കുമ്പോഴത്തേക്ക് എല്ലാം ശരിയായി ഇരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ മാക്രോണിയെ എന്നിട്ട് നമ്മൾ ഒരു കണ്ണോപ്പയിലോട്ട് കുടഞ്ഞിട്ടിട്ട് അതിനകത്ത് ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിക്കും. കാരണം ഇത് സ്റ്റിക്കി ആയിട്ടിരിക്കാതിരിക്കാൻ വേണ്ടി. നമ്മൾ ഓയിൽ ആഡ് ചെയ്യുന്നത് തന്നെ സ്റ്റിക്കി ആയിട്ടിരിക്കാതിരിക്കാൻ വേണ്ടിയാണ്. പിന്നെ ഇത് തണുത്തതിന് ശേഷം നമ്മൾ ഒരു ജാറിലോട്ട്, അതായത് മിക്സിയുടെ ജാറിലോട്ട് തണുത്തതിന് ശേഷം ഇതെല്ലാം വെജിറ്റബിൾസും ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നല്ലതായിട്ട് പേസ്റ്റ് ചെയ്ത് എടുക്കണം. നല്ലതായിട്ട് പേസ്റ്റ് ചെയ്ത് എടുത്തതിന് ശേഷമാണ് നമ്മുടെ ബാക്കിയുള്ള പ്രോസസ്സ്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആദ്യം നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് പേസ്റ്റാക്കി എടുക്കാം. കണ്ടോ, നല്ലതായിട്ട് പേസ്റ്റായി വന്നിട്ടുണ്ട്. ഇത് നമ്മളിനി ഒരു കടായി വെച്ചിട്ട് കടായിക്കകത്തോട്ട് കുറച്ച് ഓയിലൊഴിക്കുക. ഓയിലൊഴിച്ചതിന് ശേഷം നമ്മൾ ഈ അരച്ച് വെച്ചേക്കുന്ന മിക്സ് എല്ലാം കൂടെ അതിലോട്ട് ഒഴിക്കുക. ഒഴിച്ചതിന് ശേഷം നല്ലതായിട്ട് ഇളക്കുക. ചെറുതീയും വേണം, ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇളക്കിക്കൊണ്ട് നല്ല ഈ ടെക്സ്ചർ ആവുന്നിടം വരെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. അപ്പം ഉപ്പ് വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇതിനകത്ത് ആഡ് ചെയ്യുക. നമുക്ക് തിക്ക് കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. അപ്പം നമ്മൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കുമ്പോൾ നല്ല തിക്കായിട്ട് വരും. തിക്കായിട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾ ഇപ്പോൾ ഇതിനകത്തിലോട്ട് നമ്മൾ കുരുമുളക് കുറച്ച്, കുരുമുളകിൻ്റെ ഫ്ലേവർ മുന്നിട്ട് നിൽക്കണം. അതുകൊണ്ട് ഞാനൊരു 1.5 സ്പൂണ് കുരുമുളക് പൊടി ഇട്ട് അതിനുശേഷം വീണ്ടും നമ്മൾ ഇത് അടുക്കി പിടിക്കാതെ നല്ലതായിട്ട് ഇളക്കി ഇങ്ങനെ യോജിച്ച് ക്രീമി ടെക്സ്ചർ ആവുന്നിടം വരെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. അതിനുശേഷം നമ്മൾ കുറച്ച് പാലൊഴിക്കും. പാലൊഴിച്ചിട്ട് വീണ്ടും നമ്മളിങ്ങനെ ഇളക്കും. അപ്പോൾ ഇത് നല്ലതായിട്ട് നമ്മൾ ഇളക്കി യോജിപ്പിച്ച്, ഇപ്പോൾ ഇതിനകത്തിലോട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മൂസില്ല, ഒർഗാനോ ലീവ്സ്, ചില്ലി ഫ്ലേക്സ്, സോയാ സോസ്, ചീസ്, ടൊമാറ്റോ സോസ് ഇതൊക്കെ വേണമെങ്കിൽ ചേർക്കാം. പക്ഷേ ഇതൊന്നും ചേർത്തിട്ടില്ല. ഞാൻ ഹെൽത്തി ആയിട്ട് എൻ്റേതായിട്ടുള്ള സ്റ്റൈലിലാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിതെല്ലാം ആയതിനു ശേഷം നമ്മൾ ഈ മാക്രോണി ഇതിനകത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ട് കൂട്ടി യോജിപ്പിക്കണം. അതായത് ഇങ്ങനെ ഇളക്കി അങ്ങനെ മുറിയാതെ ഇതൊക്കെ ഇങ്ങനെ ഇങ്ങനെ എടുക്കണം. നല്ലതായിട്ട് ആ ഗ്രേവി എല്ലാം ആയിക്കഴിയുമ്പോൾ നമ്മൾ ഒരു 5 മിനിറ്റ് ഇത് മൂടി വെച്ചിട്ട് ലിഡ് മൂടി വെച്ചിട്ട് നമ്മളിങ്ങനെ വീണ്ടും എടുക്കുമ്പോഴത്തേക്ക് ഇത് റെഡിയായി കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ ഒരു ഫൈനൽ ലുക്കായി. അപ്പോൾ നമ്മുടെ വൺ പോട്ട് പാസ്ത റെഡി. ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം.
ചൂടാ. നല്ല ക്രീമി ടേസ്റ്റ്. ഓ, എന്നെ സമ്മതിക്കണം ഇത്രയും ടേസ്റ്റ്. സിമ്പിളായിട്ടുള്ള വേറെ മസാലകളൊന്നും ചേർക്കാതെ നമ്മുടെ വീട്ടിലുള്ള മസാലകൾ മാത്രം ചേർത്തിട്ടുള്ള ഒരു ഡിഷാണ്. ഈ പാസ്ത ഉള്ളപ്പോൾ നമുക്ക് സോസ് വേണ്ട, ചീസ് വേണ്ട, ഒന്നും വേണ്ട. സിമ്പിളായിട്ട് ഹെൽത്തി ആയിട്ട് നമുക്ക് ഇതുണ്ടാക്കി കഴിക്കാം. അതാണ് ഡിഷ് കൾച്ചറിൽ ഡിഷിൻ്റെ പ്രത്യേകത. ഹെൽത്തി ആൻഡ് യമ്മി. അപ്പം നമ്മൾ ഇനി അടുത്ത ഒരു ഹെൽത്തി ഡിഷുമായിട്ട് ഞാൻ വരുന്നത് വരെ ബൈ.